ഈ 5 വർഷക്കാലത്തിനിടയിൽ ഗവർണർ സർക്കാർ പോര് എന്ന തലക്കെട്ടിൽ എത്ര തവണ വാർത്തകൾ ഉണ്ടായി എന്ന് എനിക്ക് കൗണ്ട് ചെയ്യാൻ തന്നെ അറിയില്ല. അത്രമാത്രം സമയത്ത് അത്രമാത്രം ദിനങ്ങളിൽ ഈ വാർത്ത ഉണ്ടായതാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഇനി പുതിയൊരു ഗവർണർ വരുമ്പോൾ ഈ സർക്കാർ ഗവർണർ പോയിൽ ഒരു അയവുണ്ടാകുമോ? സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമാണ്. അതെ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന് പകരം വരുന്ന രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ RSS വഴി BJP-യിലെത്തിയ തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. അപ്പോ ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം നമുക്ക് നിയമസഭയിലെ പ്രതിപക്ഷത്തിന് പുറമെ രാജ്ഭവനിൽ അതിനേക്കാൾ വീര്യം കൂടിയൊരു പ്രതിപക്ഷം. അങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംസ്ഥാനത്തെ ഭരണമുന്നണി കണ്ടുപോകുന്നത്. ഗവർണറെ മാറ്റിയെന്ന വാർത്ത കേട്ടപ്പോൾ രണ്ടു വശത്തായി പോരടിച്ചു നിന്ന സംഭവബഹുലമായ കാലത്തിന് അറുതി വരുമോ എന്നാണ് ഭരണ നേതൃത്വത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ആദ്യ ചിന്ത. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ സംഘപരിവാർ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന തനി രാഷ്ട്രീയക്കാരനാണ് ഇനി ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2 കൊല്ലത്തിൽ താഴെ BJP-യിൽ പ്രവർത്തിച്ച ബന്ധം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ RSS ശിക്ഷണം കിട്ടി വളർന്ന ഗോവക്കാരനായ ആർലേക്കറിന് അയൽ സംസ്ഥാനമായ കേരളത്തിന്റെ രാഷ്ട്രീയം അത്ര അപരിചിതമായിരിക്കില്ല. അതുകൊണ്ടുതന്നെ രാജ്ഭവനുമായുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഭരണനേതൃത്വം വെച്ചുപുലർത്തുന്നില്ല. എങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രകൃതമുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ അത്ര പോരാട്ടവീര്യം കാണില്ലെന്ന പ്രതീക്ഷയിലാണ് ഭരണമുന്നണി. 24 തിരുവനന്തപുരം.